ഹ്യൂമൻ ബീയിങ് ആർ കോൾഡ് സോഷ്യൽ ബീയിങ്. മനുഷ്യനെ സാമൂഹ്യ ജീവി എന്ന് വിളിക്കാറുണ്ട്. മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാനും വളരാനും കഴിയാത്തതിനാലാണ് മനുഷ്യനെ സാമൂഹ്യ ജീവി എന്ന് വിളിക്കാറുള്ളത്. നമ്മുടെ ജനനം മുതൽ മരണം വരെ ഓരോ വ്യക്തിയും പല കാര്യങ്ങൾക്ക് വേണ്ടി പരിചരണത്തിനും പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഡെയിലി റുട്ടീൻ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ മോർണിംഗ് രാവിലെ ഒക്കെ നേരത്തെ എണീക്കും അല്ലേ, എല്ലാവരും എണീക്കാറുണ്ടെന്നാണ് കരുതുന്നത്. രാവിലെ എണീറ്റ് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ബ്രഷ് ചെയ്യാറുണ്ട് അല്ലേ. ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ബ്രഷ് നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല, അത് മറ്റൊരാൾ ഉണ്ടാക്കിയത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് വാങ്ങി ഉപയോഗിക്കുന്നത്. പേസ്റ്റ് ആയിക്കോട്ടെ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ ബുദ്ധിക്കും എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എവിടെ പോയിട്ട് കഴിക്കുക? നമ്മുടെ വീട്ടിലൊന്നെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് പോയിട്ട് നമ്മൾ കഴിക്കും. ചിലപ്പോൾ ചില ആളുകൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്താട്ടോ. ഒറ്റയ്ക്കാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഒറ്റയ്ക്കാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്, ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് നോക്കാറുള്ളത് എന്ന് അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അവിടെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അല്ലാതെ എന്നെ ആർക്കും ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാറില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും A to Z മാത്രമാണ്, ഞാൻ തന്നെയാണ് നോക്കാറുള്ളത് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ആണല്ലോ. സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ബസ്സിലാവും യാത്ര, അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ആയിരിക്കും യാത്ര ചെയ്യാറുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യാറുള്ളത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സർവീസ് അല്ലേ, പൈസ കുറേ കയ്യിലായിട്ട് കാര്യമുണ്ടോ? നമുക്കതിന് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അവിടെ സ്കൂൾ വരെ എത്തേണ്ടി വരും. അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇന്ന് എന്താണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന്. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റിയുമായുള്ള നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാറുണ്ടല്ലേ. ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം? നമ്മൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെ നമുക്ക് സ്കൂളിൽ പോയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സ്കൂളിന് അതിൻ്റേതായൊരു ഡിസിപ്ലിൻ ഉണ്ട്. സമൂഹത്തിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റ ചട്ടങ്ങളിലൊക്കെ നമുക്ക് വ്യത്യാസം വേണ്ടി വരും. അപ്പോൾ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, അവിടുത്തെ ആളുകളുമായിട്ട് എങ്ങനെ സമ്പർക്കം പുലർത്തണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന എവിടെ നിന്നാണ്? ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. അങ്ങനെയാണ് ഓരോ മനുഷ്യനും സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നത്. മാത്രമല്ല, ഒരു സൊസൈറ്റിയിലൂടെ നമ്മൾ ആയിന്നിറങ്ങുന്ന സമയത്ത് ആ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾ, പാരമ്പര്യങ്ങൾ, അവിടുത്തെ ഭാഷ, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കുന്നുണ്ട്. സാമൂഹ്യ ബന്ധങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചത്. ഇതൊക്കെ നമ്മളെ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വിടുന്നതാണോ? അല്ല. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സമയങ്ങളിലായിട്ട് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന സംഭവങ്ങളാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത്, ഒരു പ്രശ്നം സംഭവിച്ചു, ആ ഒരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആ ഒരു പ്രശ്നം എങ്ങനെ നേരിടുമെന്ന് ആലോചിക്കുന്നവരാണോ നിങ്ങൾ? ആ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നവയാണെങ്കിൽ ഞാനൊന്ന് പരിഹരിച്ച് നോക്കട്ടെ എന്ന് ഇറങ്ങി നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറ്റണമെന്നില്ല അല്ലേ. ചില കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളായിരിക്കും, ആ സമയത്ത് മറ്റുള്ളവരുടെ സഹായങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും. അല്ലാതെ എനിക്ക് ഹെൽപ്പ് വേണ്ട, എന്നെക്കൊണ്ട് എല്ലാം പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടേക്കാം. എപ്പോഴും ബാക്കിയുള്ളവർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കും. കാരണം എനിക്കെല്ലാം അറിയാം അല്ലേ. നമ്മളെല്ലാവരും എപ്പോഴും ഭയങ്കര നോളജബിൾ ആളാണോ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. അത് ബാക്കിയുള്ളവരിൽ നിന്ന് അവർ എന്താണ് പറയുന്നത്,
എന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവണം. അപ്പോൾ ഏത് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിടാൻ പറ്റും. ദെൻ നമുക്ക് വലിയ പ്രശ്നങ്ങൾ മാത്രമാവണമെന്നില്ല, ജീവിതത്തിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിടാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ദെൻ ഒരു സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ മനുഷ്യനെ എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ ബാക്കിയുള്ളവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരിക്കലും മനുഷ്യൻ എന്തല്ല, ഒറ്റപ്പെട്ടല്ല ജീവിക്കുന്നത്, പല കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന് ഡിപ്പെൻഡഡ് ആണ്. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ സന്തോഷവും സുരക്ഷയും കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനുള്ള നമ്മുടെ കഴിവ് യഥാർത്ഥത്തിൽ നമ്മെ ഒരു സാമൂഹിക ജീവിയാക്കി മാറ്റുന്നു.